ഫ്രണ്ട്സ്, നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് പാർട്ട് 5. ഇതിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ 1, 2, 3, 4 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ 5ാമത്തെ വീഡിയോയിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്കാൽപ്പിങ്ങിൻ്റെ 3 ടൈപ്പ് ഓഫ് എൻട്രീസ് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള എൻട്രി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനകത്ത് എവിടെയെല്ലാം എൻട്രി ഫോം ചെയ്യുന്നത്, അവിടെയെല്ലാം മാർക്കറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൺ എ മാക്രോ ലെവൽ മാർക്കറ്റിൻ്റെ നേച്ചർ എന്താണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ് രണ്ടാമതൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 22ഓളം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തു. മറ്റേ പ്രീവിയസ്ലി വന്നിരിക്കുന്ന വീഡിയോ 20ഓളം വീഡിയോ അതുകൊണ്ട്. അപ്പോൾ അതിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ മാർക്കറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഏത് സൈഡിലേക്ക് നമ്മൾ എൻട്രിയിലേക്ക് നമ്മൾ നോക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഓൺ എ മാക്രോ ലെവൽ വാട്ട് ഇസ് എ ട്രെൻഡ്, അതിനെ ബേസ് ചെയ്തിട്ടൊരു ട്രെൻഡ് നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നാസ്താക്ക് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? എനിക്ക് തോന്നുന്നത് ബെയറിഷ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ വെച്ച് നമ്മളിതിൻ്റെ ബെയറിഷ് ഓർഡർ ഫ്ലോയിൽ എവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കും? ആക്ച്വലി നമ്മൾ എൻട്രി എടുക്കേണ്ട പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് എൻട്രി എടുക്കേണ്ടത്. സോ ഇതിൻ്റെ ഈ ബാക്കിയുള്ള ക്യാൻഡിൽസ് എല്ലാം മിറ്റിഗേഷൻ വന്നിരിക്കുന്ന ക്യാൻഡിൽസാണ്. സോ എന്തുകൊണ്ടാണ് പ്രൈസ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നതിൻ്റെ കാര്യം? അപ്പം ഏകദേശം നമുക്ക് ഇവിടെ വെച്ച് നോക്കാം എൻട്രിയുടെ കാര്യങ്ങൾ എങ്ങനെ വരുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാൻഡിലും മിറ്റിഗേറ്റ് ചെയ്ത് ലിക്വിഡേഷൻ പോയിൻറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ. 1 ടൈം 2 ടൈം 3 ടൈം 4 ടൈം. സോ നാച്ചുറലി പ്രൈസ് മുകളിലോട്ട് പോകുന്ന കാണുമ്പോഴത്തേനും എല്ലാവരും ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. സോ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കളയും മാർക്കറ്റ്. അപ്പോൾ ആ ലിക്വിഡിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഇതൊരു കൺസിസ്റ്റൻറ്റ് ഫോളാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാത്തില്ല. ബൈയിങ് സൈഡിലേക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ശരിയാത്തില്ല. സോ ഇതിപ്പം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സോ പ്രൈസ് ഇനി ആക്ച്വലി കംപ്ലീറ്റ് എന്താ പറയുന്നത്, മാർക്കറ്റ് ബെയറിഷ് സിഗ്നൽ ട്രിഗർ ചെയ്തിരിക്കുന്നു. അപ്പോൾ മിറ്റിഗേഷൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് കയറി വരും. അപ്പോൾ ഈ ക്യാൻഡിൽ മിറ്റിഗേഷൻ്റെ സമയത്താണ് നമ്മൾ അതിൻ്റെ ഒപ്പം സെല്ലിങ്ങിന് വേണ്ടിയിട്ട് കൂടേണ്ടത്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രിയിലേക്ക് നമ്മൾ ക്വാളിഫൈ ആകുന്നതെന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഇങ്ങനെ കുറേ ജിമ്മിക്കൊക്കെ ഇവിടുന്ന് കാണിക്കും. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് ഇപ്പം ഒരു ചെറിയ ടാർഗറ്റ് ഇവിടെയുണ്ട്. സ്കാൽപ്പിംഗ് എൻട്രിക്ക് വേണ്ടിയിട്ട് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി വി ക്യാൻ ഗെറ്റ് ഇൻ ടു സ്കാൽപ്പിങ്ങിലേക്ക് ഒരു എൻട്രി ഇപ്പം ഞാൻ മാർക്ക് ചെയ്തതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമീഡിയറ്റ്ലി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ അതിലും കൂടുതൽ ക്യാൻഡിൽസ് കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, സെൽ സൈഡിലേക്കുള്ള ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞു. നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള മാർക്കറ്റിൻ്റെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് സെൽ സൈഡിലേക്ക് തന്നെയാണ്. ബട്ട് സ്കാൽപ്പിംഗ് സൈഡിലേക്ക് ബൈ സൈഡിലേക്ക് എൻട്രി ചെയ്യണം. പ്രൈസ് നേരെ ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുക. പ്രൈസ് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഷോർട്ട് സൈഡിലേക്ക് പൊസിഷൻ എടുക്കുന്നു. പ്രൈസ് പിന്നെ താഴേക്ക് പോകും. ഇതാണ് നമ്മളുടെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. സോ സ്കാൽപ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ വെൻ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട്, ഇവിടെ ഓൾറെഡി ലോട്ട് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഈ ഓർഡേഴ്സ് ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് അതിന് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ എൻട്രി. ഇവിടെ പ്രൈസിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇമ്മീഡിയറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ എൻട്രി. പെട്ടെന്ന് പ്രൈസ് ഇവിടെ തിരിച്ച് വന്ന് ഈ ഒരു പോയിന്റിലേക്ക്, അതായത് ഇവിടെ എവിടെയാണോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ പോയിന്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരും. അതുതന്നെയല്ല, മാർക്കറ്റ് ബെയറിഷ് സിഗ്നലിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നിന്ന് ഇവിടം വരെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ നേരെ തിരിച്ച് ഷോർട്ട് സൈഡിലേക്ക് പ്രൈസ് നമ്മൾ എക്സിറ്റ് പ്ലാനും നമ്മൾ കൊടുക്കുക. അപ്പം ഇത് രണ്ടുമാണ് നമ്മളുടെ പദ്ധതി എന്ന് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ട്രേഡ് സെറ്റപ്പ് ഓൺ എ സിംഗിൾ തോട്ട് പ്രോസസ്. അപ്പം ഇതിങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ലിക്വിഡിറ്റി, ഇപ്പോൾ ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയം വരെയാണ് നമുക്ക് എൻട്രിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ 2 രീതിയിലുള്ള എൻട്രിയാണ് ഇന്നൊരൊറ്റ സിംഗിൾ സെറ്റപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമുക്കിവിടെ ഒരു ചെറിയ സ്കാൽപ്പിംഗ് ഇവിടം വരെ നമുക്കൊരു സ്കാൽപ്പിംഗ് എൻട്രി ഉണ്ട്, പ്ലസ് നമുക്കൊരു ബിഗർ ടാർഗറ്റ് ഇവിടം വരെ ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. പ്രൈസ് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ, പെട്ടെന്ന് കയറി വരും. ആ ഒരു പ്രൈസ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ ക്വിക്ക്ലി വരും. സോ നമുക്കിന്ന് നോക്കാം. ടൈമിൻ ന്യൂയോർക്ക് 10:18 AM വെനസ്ഡേ January 8, 2025. സോ നമ്മളിവിടെ നമ്മുടെ 10:18 ലൈവ് മാർക്കറ്റ്, ഇത് റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ. ഇത് മിറ്റിഗേറ്റ് ചെയ്യാതെ പോകത്തില്ല പ്രൈസ്. അതിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ആക്ച്വലി ഇവിടുത്തെ ഓർഡേഴ്സ്, ഒത്തിരിയധികം ഓർഡേഴ്സ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വരും, അങ്ങോട്ട് കയറി വന്നിട്ട് വീണ്ടും ഇവിടെ
ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ ഒരു ഏരിയയിൽ പ്രൈസ് കയറി വന്ന് അത് വീണ്ടും പ്രൈസ് ഇങ്ങനെ വന്ന് ഇവിടുത്തെ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ഇത് ചെയ്യും. സോ ഏകദേശം നമ്മളുടെ ഇറ്റ്സ് ഓൾറെഡി മിറ്റിഗേറ്റഡ്. സോ സ്കാൽപ്പിംഗ് എൻട്രി ഡൺ. അതാണ് സ്കാൽപ്പിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. നൗ എഗെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു നല്ലൊരു ഏരിയയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, മനസ്സിലായി? അപ്പം അവിടം വരെയും പ്രൈസ് കയറി വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷോർട്ട് സൈഡിലൂടെ എൻട്രി എടുക്കാം. സോ ഇറ്റ് വിൽ ബി ടാർഗറ്റിംഗ് സെൽ അണ്ടിൽ ദ ലോ ഈസ് ബ്രോക്കൺ. അതാണ് നമ്മളുടെ സോങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇതേ നമ്മൾ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് പ്രൈസ് ഈ ചാർട്ടിൻ്റെ ഡൈനാമിക്സ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ആംഗിളിൽ നോക്കാം. സോ ബൈ സൈഡിലേക്ക് ആദ്യം നോക്കുക, പിന്നെ നോക്കുക സെൽ സൈഡിലേക്ക്, ഈ ഒരു സ്ട്രക്ചറിനകത്ത് സെൽ സൈഡിലേക്ക് നോക്കുക. ഇപ്പോൾ നമുക്ക് സെൽ സൈഡിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ ചാർട്ട് നേരെ ഫ്ലിപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈ സൈഡിലേക്ക് നോക്കാം, അത് നേരെ ഫ്ലിപ്പ് ചെയ്യുമ്പം സെൽ സൈഡിലേക്ക് നോക്കാം. അപ്പം ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രീവിയസ് ലെസൺസിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ മിറ്റിഗേഷൻ സ്കാൽപ്പിങ്ങിൻ്റെ ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്തോ ഇല്ലയോ, കൃത്യമായിട്ട് അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വരുന്നു, കണ്ടോ? സോ ഇനിയും പേടിക്കാനൊന്നുമില്ല. പ്രൈസ് നേരെ തിരിച്ച് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഏരിയയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൈസ് താഴോട്ട് അതിൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്യുള്ളൂ. ബിക്കോസ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഡയറക്ഷൻ എന്തെന്നുള്ളത് പിടികിട്ടുന്നില്ല. ഇന്നത്തെ ദിവസം എന്താണ്? ന്യൂയോർക്ക്, വെനസ്ഡേ 8 ജനുവരിയിലെ ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ കാണുമ്പം ആർക്കും ഒന്നും പിടികിട്ടത്തില്ല. എന്തുകൊണ്ട് പിടികിട്ടുന്നില്ല? ബിക്കോസ് ഒരു കണ്ടക്സ്റ്റൽ റെഫറൻസ് ഇല്ലാതെ മാർക്കറ്റിലെ ക്യാൻഡിൽ സ്റ്റിക്ക് മൂവ്മെൻറ്റിലോട്ട് നമ്മൾ നോക്കുമ്പം നമുക്ക് അതിനകത്ത് ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടക്സ്റ്റൽ റെഫറൻസ് ഇല്ലാതെ നോക്കരുത്. അതാണ് നമ്മുടെ ചാനലിൽ കൂടെ ഈ 250 വീഡിയോയിൽ കൂടെ കംപ്ലീറ്റ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ സ്കാൽപ്പിങ്ങിൻ്റെ എക്സിറ്റ്, അതിനുശേഷം അടുത്ത ബിഗർ ടാർഗറ്റിലേക്ക് നോക്കുമ്പോൾ പ്രൈസ് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് നേരെ അതിൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി പ്രൈസ് ഇനി ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് മാറണമെങ്കിൽ ആക്ച്വലി എന്ത് നടക്കണമെന്നറിയോ? ആക്ച്വലി പ്രൈസ് ഇവിടുന്ന് ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് മാറണമെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു, പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് മേളിലേക്ക് പോകുന്നു. ഇൻറ്റേർണൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ഈ ഒരു സ്ട്രക്ചറിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. എന്നിട്ട് ആ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്യും. ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത്. സോ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്കീമാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്? പ്രൈസ് ഇങ്ങനെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഒരു ലെഗിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. സോ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ അല്ലേ? പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നു, അതിനുശേഷം എന്ത് സംഭവിക്കണം? ഈ ലിക്വിഡിറ്റി എടുക്കണം. പ്രൈസ് എടുത്തു, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യണം? പ്രൈസ് ബുള്ളിഷ് ആകണമെങ്കിൽ പ്രൈസ് ഇങ്ങനെ വന്ന് ഇൻറ്റേർണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ വന്ന് ഈ ലിക്വിഡിറ്റി എടുത്ത് വെച്ച് മുകളിലേക്ക് നേരെ പോകണം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ പ്രൈസ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് പ്രൈസ് മുകളിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ ഇനി പ്രൈസ് മുകളിലേക്ക് ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇമീഡിയറ്റ്ലി നമ്മൾ ഷോർട്ട് ഇറ്റ് വിൽ ടാർഗറ്റ് ലോ. സോ ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്കീമാറ്റിക്കിനകത്ത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കീമാറ്റിക് സ്ട്രക്ചറിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ലിക്വിഡിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലിയർ ഔട്ട് ചെയ്യുന്നത് മാർക്കറ്റ്, അതിനുശേഷം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് സ്കീമാറ്റിക് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സീരീസിനകത്തും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ്. അത് 22 വരെ 23, 24 ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തും പിന്നെ സ്ട്രക്ചറൽ ലിക്വിഡിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള പോർഷൻ 1 to 20 ഒരു സീരീസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈ ആക്ടിവിറ്റി. സോ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രി ടെക്നിക്ക് നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം സെക്കൻഡ് ടൈം മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഓക്കെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് അറിയാം നമ്മുടെ എക്സാക്ട് ടാർഗറ്റ് ഇതായിരിക്കും. അതിനുശേഷം പ്രൈസ് ഇവിടെ വരുമ്പോൾ വീണ്ടും ഷോർട്ട്. നമ്മുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ, സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി. അതിനകത്ത് വ്യൂ ഫുൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ, സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് പാർട്ട് വീഡിയോസ് ഇതിനകത്താണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ സ്ട്രക്ചർ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഓർഡറിൽ കാണുക 1, 2, 3. ഇവിടെ നിന്ന് താഴെ നമുക്ക് കണ്ടുവരുമ്പോഴത്തേനും 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിരിക്കുന്ന 20ഓളം വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നിപ്പർ ഷോട്ട് എൻട്രീസ് ഫോം ചെയ്യുന്നതിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റി സീരീസിനകത്തും നമുക്കിവിടെ ഇതിനകത്ത് അതിൻ്റെ പാർട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഫൈൻഡിങ് നെക്സ്റ്റ് മൊമെൻറ്റം. അതിനുശേഷം ഇത് 25ാമത്തെ. സോ ഇവിടെ 17, 18, 16, 15, 12, 11, 5, 4, 3, 2 അങ്ങനെ
ഇതൊന്ന് ഒന്നാമത്തെ പാർട്ട് 1, 2, 3, 4 അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വേറെ 1-2 വീഡിയോസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ 2 സീരീസ് നമ്മൾ കറക്റ്റായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം അതിനകത്ത് നമുക്ക് ഈ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ, ലിക്വിഡിറ്റിയുടെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് ഇത് ഏകദേശം നമുക്ക് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വോളിയത്തിൻ്റെ ഇതിലും കൂടെ വെച്ചിട്ട് നമുക്ക് കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോളിയം സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് പല രീതിയിൽ മാർക്കറ്റിനെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചാർട്ടിൽ ഒരു ഫോർമേഷൻ വരുമ്പോൾ മാത്രം എൻട്രി പ്രോപ്പറായിട്ട് നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പം വലിയധികം തെറ്റ് വരത്തില്ല. നമ്മൾ ധൃതി പിടിച്ച് ഒത്തിരി അധികം എൻട്രി ചെയ്യുന്നതിലും ഭേദം നല്ലൊരു എൻട്രി അല്ലെങ്കിൽ നല്ലൊരു സ്കാൽപ്പിംഗ് എൻട്രി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്ലാൻ കാണും എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോൾ ഇൻ കേസ് ആണെങ്കിൽ പോലും നമ്മൾ സ്കാൽപ്പിങ്ങിന് പറഞ്ഞ പോലെയുള്ള എൻട്രി കറക്റ്റായിട്ട് ഇവിടെ ഫോം ചെയ്ത് കാണിച്ചേക്കുന്നുണ്ടോ? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ 4ാമത്തെ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെൻ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ സെല്ലിംഗ് വരുമ്പോഴത്തേനും അങ്ങനെ സെല്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. എന്തിനാണ് പ്രൈസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇവിടുത്തെ ആ ഒരു ഓർഡേഴ്സ് ഉണ്ടല്ലോ അത് വൺ ഗോയിൽ പോകത്തില്ല. ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും കംപ്ലീറ്റ് ഓർഡേഴ്സും ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? അതിനുശേഷം പ്രൈസ് the hedge fund manager will be initiating their selling position on a buy side liquidity, then it will fall. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഇട്ട് തന്നെ സെല്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്. They will be initiating their selling position on a buy side liquidity. This is buy side liquidity. സോ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിൻ്റെ ബൈ സൈഡ് ഓർഡേഴ്സിലേക്ക് ദേ വിൽ ബി സെല്ലിംഗ് ഇൻ ടു ദ റീറ്റെയിൽ ബൈ സൈഡ് ഓർഡേഴ്സ്. പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും പാനിക്കാം. അപ്പം ദേ വിൽ ബി സെല്ലിംഗ് and we will be participating with the hedge fund manager, then it will fall in the sense എങ്ങോട്ടാണ് പോകുന്നത്? sell until the low is broken. സോ നമ്മുടെ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം പ്രൈസിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. എനിവേ ഈ ഒരു പൊസിഷൻ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമോ അതോ ഇവിടെ വെച്ച് തന്നെ എൻട്രി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. സോ പ്രൈസ് വെരി സ്ട്രോങ് ആണ്. അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് അതിന് മുകളിൽ കയറി ടാപ്പ് ചെയ്തിരിക്കും. സോ അതാണ് അതിൻ്റെ കാര്യം. സോ ഇവിടെ ഈ ഒരു സ്ട്രക്ചറൽ ലിക്വിഡിറ്റി 1 ടൈം 2 ടൈം 3 ടൈം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നമുക്ക് ചിലപ്പോൾ എൻട്രി കിട്ടും, ചിലപ്പോൾ എൻട്രി കിട്ടത്തില്ല. ഇനി നമുക്ക് നോക്കാം. സോ ഇതെല്ലാം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആണ്. ആ പോയിൻറ്റ്സ് കംപ്ലീറ്റ്ലി ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഫൈനലായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പ്രൈസ് മുകളിൽ കയറി വരും. ഉണ്ടോ? സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇനീഷ്യൽ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് മെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യും. സോ ബിക്കോസ് ഇവിടം വരെയും പ്രൈസ് വരാമെങ്കിൽ ഒരൊറ്റ സ്വീപ്പിന് കൂടെ മുകളിലോട്ട് വരുമ്പോഴത്തേനും ആൾക്കാർ പാനിക്കാവും. സോ നമുക്കത് കിട്ടുമല്ലെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ വെച്ച് എൻട്രി എടുക്കാം. 1 മിനിറ്റും കൂടെ നോക്കാം. അത് സ്വീപ്പ് ചെയ്യും. നമ്മൾ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. സോ പ്രൈസ് ഏകദേശം നമ്മുടെ ഏരിയയിലെത്തി. അതിനുശേഷം പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. സോ ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ എനിവേ അത് ടാപ്പ് ചെയ്തിരിക്കും. ഇവിടെ നിന്ന് സെല്ലിങ് ഫസ്റ്റ് സൈഡ് സെല്ലിങ് കാണുമ്പം കൂടിയില്ലെങ്കിലും സാരമില്ല. നമ്മൾ നോക്കാം പ്രൈസിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെല്ലിങ് വന്നിട്ട് മുകളിലേക്ക് ഒന്നും കൂടെ വന്നതിന് ശേഷം പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ആ പൊസിഷൻ വന്നിട്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ. സോ ഇമീഡിയറ്റ്ലി നമുക്ക് അവിടെ ഷോർട്ട് സൈഡ് എൻട്രി ട്രിഗർ ചെയ്യുന്നതിന് പകരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് എൻട്രി കിട്ടിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ ബിഹേവ് ചെയ്ത് കാണിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അത് തന്നെ വലിയ കാര്യമല്ലേ. പ്രൈസ് ആക്ഷൻ എക്സാക്ട്ലി അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഈ സെൽ സൈഡിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ധൃതി പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലായി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റം കാണിക്കട്ടെ. സെല്ലിംഗ് സൈഡിലേക്ക് പ്രൈസ് ഇതുപോലെ ഒന്നും കൂടെ മൊമെൻറ്റം കാണിക്കണം, തിരിച്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും അന്നേരം ജോയിൻ ചെയ്താലും മതി സെല്ലിംഗ് സൈഡിലേക്ക്. സെല്ലിംഗ് സൈഡ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് ബൈങ് സൈഡ് അത്രയും പ്രശ്നമില്ല. സെല്ലിംഗ് സൈഡാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്.
ബിക്കോസ് സെല്ല് ചെയ്തവരെ മാർക്കറ്റ് വിടത്തില്ല. അതാണ് അതിനകത്തെ മെയിനായിട്ടുള്ള കാര്യം. അപ്പം വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരും. സോ ഇങ്ങനെ പ്രൈസ് മുകളിലോട്ട് വരുമ്പം ഇൻറ്റേർണൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ നടക്കുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും വീണ്ടും. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് പ്രൈസ് നോക്കിയാൽ മതി. ഇൻറ്റേർണൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, പ്രൈസ് ഇവിടെ വന്ന് ഫോൾ ചെയ്തു, നേരെ പ്രൈസ് ഇവിടെ വന്നു, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, പുൾ ബാക്ക് ചെയ്തു, വീണ്ടും പ്രൈസിൽ ഇൻറ്റേർണൽ പോയിന്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് താഴെ വരുന്നു. നമ്മൾ ഓർക്കുന്ന പ്രൈസ് താഴോട്ടാണ്, പക്ഷേ ആ ഒരു പോയിന്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ പ്രൈസ് അതിന് മുകളിൽ വീണ്ടും ട്രേഡ് ചെയ്യുന്നത് താഴോട്ട് വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ ഇൻറ്റേർണലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയാണ് എക്സാക്ട്ലി ഇതിന് മുകളിൽ കയറി ടാപ്പ് ചെയ്ത് പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നുകൊണ്ടിരുന്നതിന്. ഇവിടെ ഇപ്പം US മാർക്കറ്റ് ആയതുകൊണ്ട് ഒത്തിരി പാർട്ടിസിപ്പൻസ് വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് അധികം മാനിപ്പുലേഷൻ, പ്രൈസ് മാനിപ്പുലേഷൻ അധികം നടക്കാറില്ല. നമ്മളിപ്പോൾ ഷോർട്ട് അടിച്ചായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നത്, എർലി ഷോർട്ട് സെല്ലേഴ്സാണ് ഇവിടെ ഉള്ളത്, അവരെ മാർക്കറ്റ് ക്ലിയർ ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ പ്രൈസ് ഇനി മുകളിലേക്ക് കയറി വരും. ആ സമയത്താണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ പ്രാവശ്യം കറക്റ്റായിട്ട് എൻട്രി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചേക്കാം ഇവിടെ, ഇതുണ്ടോ. ബിക്കോസ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇതിന് മുകളിൽ നടക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എൻട്രിയിലോട്ട് കയറുകയും ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും ചെയ്യും. പ്രൈസ് ഇവിടെ ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ടോ. അതുപോലെ തന്നെ ഈക്വൽ ലോസും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ബോത്ത് വിൽ ബി ക്ലിയർഡ് ഔട്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേനും സെൽ സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പം ഈ ഇമീഡിയറ്റ്ലി നമ്മളിവിടുന്ന് ഇത് സ്വീപ്പ് ചെയ്യുകയാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സോ ഈ പ്രൈസിൻ്റെ മുകളിൽ വീണ്ടും പ്രൈസ് കയറി ടാപ്പ് ചെയ്യും. എഗൈൻ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് എൻട്രി ഫോം ചെയ്തേക്കുന്നുണ്ടോ. ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 3 ക്യാൻഡിൽ 1 ആഫ്റ്റർ അനദർ. അതിൻ്റെ ബോട്ടമാണ് പ്രൈസ് റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടം വരെ ഇമീഡിയറ്റ്ലി ഈ ക്യാൻഡിലിൻ്റെ ഇവിടം വരെ ഇമീഡിയറ്റ്ലി ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്കാൽപ്പിങ്ങിലേക്ക് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഫ്രണ്ട്സ്, അതിൻ്റെ പ്രൈസ് ആക്ഷൻ കണ്ടോ. നമ്മൾ മാർക്ക് ചെയ്ത ഏകദേശം ഏരിയയുടെ അവിടെ നിന്ന് നമ്മളിവിടെ ഒരു ടാർഗറ്റ് കണ്ടുകൊണ്ട് കൃത്യം അവിടെ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതാ പറഞ്ഞ് പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാലും അതേ ഇവിടെ വന്ന് അത് എത്ര മൊമെൻറ്റത്തിലാണ് മുകളിലേക്ക് കയറി വന്ന ആ ഒരു ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്തതാണ് കണ്ടോ. സോ അതാണ് നമ്മുടെ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ എൻട്രി കിട്ടിയിട്ടില്ല. നമ്മുടെ എൻട്രിയിലേക്ക് വരുന്നതേ ഉള്ളൂ. സോ അതവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ എൻട്രി. അല്ലാതെ നമ്മുടെ എയർലി സെൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റോങ് സൈഡിലായി പോകും. ഇപ്പോൾ നമുക്ക് നോക്കാം പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം ഇടം വരെ എത്തുന്നത്. അപ്പം എത്ര നമ്മൾ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്ത് മാർക്കറ്റിൽ നോക്കിയിരുന്നാലാണ് നമുക്കൊരു സെൽ സൈഡ് നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രി ഈസ് ഡിഫറൻറ്റ്. നല്ലൊരു ടാർഗറ്റ് വേണമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് എത്ര അനലൈസ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് ലിക്വിഡിറ്റിയുടെ മൂവ്മെൻറ്റ്സും ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, മാർക്കറ്റിംഗ് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് എൻട്രി മാർക്ക് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം അവിടെ വരുമ്പോൾ മാത്രമേ എൻട്രി ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. ആൻഡ് വി ആർ ഓൾ പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ എൻട്രീസ് കിട്ടും. അതാണ് അതിനകത്തെ കാര്യം. സോ ഇന്നും നമുക്ക് മാർക്കറ്റ് സ്കാൽപ്പിംഗ് എത്രയെണ്ണം കാണിച്ചിരുന്നു. ഇവിടുന്ന് ഒരെണ്ണം കാണിച്ചിരുന്നു, 2 ഇതിപ്പം ഒരെണ്ണം കാണിച്ചിരുന്നു, ഇതും ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതും മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസിന് വീണ്ടും ഫൈനൽ ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം സെൽ സൈഡിലേക്ക് മാർക്കറ്റ് പോകും. ദാറ്റ്സ് അവർ പ്രഡിക്ഷൻ. നമ്മൾ ഈ സ്ട്രക്ചർ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നുന്നു വീണ്ടും നമുക്ക് എൻട്രി മിസ്സായില്ല എന്ന്. ഒരു എൻട്രി മിസ്സായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഈ ഒരു സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കണ്ടോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ
ഈ ഒരു സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ താഴോട്ട് പോകാനുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഈ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യും വീണ്ടും. അപ്പോൾ അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിന്നതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് പോകുള്ളൂ. ഇതാണ് സെല്ലിംഗ് സൈഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു സെല്ലിംഗ് വന്നു ഉടനെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുമെന്ന് വിചാരിക്കരുത്. മാർക്കറ്റ് വിൽ നോട്ട് പ്രിൻറ്റ് ദ ക്യാൻഡിൽ സ്റ്റിക്ക് ദ വേ യു വാണ്ട്. ദ തിങ് ഈസ് ആയിട്ട് നമ്മൾ അതിനെ ഒരു കണ്ടക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഫോർമേഷൻ വരത്തുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റി ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, അത് ക്ലിയർ ഔട്ട് ചെയ്യും. ഒരു വൺ സ്ട്രെച്ചിന് മുകളിലേക്ക് മാർക്കറ്റ് പോകും, അതിനുശേഷം അത് ക്ലിയർ ഔട്ട് ചെയ്യാം. പ്ലസ് അവിടെയെല്ലാം ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നോക്കി ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഇത് നമ്മൾ ഈ ബോക്സ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടോ കണ്ടമാനം ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് അത് ക്ലിയർ ഔട്ട് ചെയ്തിരിക്കും. അതാണ് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ആക്ടിവേഷൻ എന്ന് പറയുന്നതാണ്. അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച പോലെ പ്രൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏരിയയുടെ മുകളിൽ വന്ന് ടാപ്പ് ചെയ്തു. സോ നമ്മൾ ഇതുവരെ എൻട്രി എടുത്തിട്ടില്ല. സോ നമ്മൾ ഇനി എൻട്രി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. സോ ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ പ്രൈസ് ഇവിടെ ഒരു റിവേഴ്സ് വരും. നമ്മൾ എൻട്രി വിൽ ബി റണ്ണിങ് ദ പൊസിഷൻ അണ്ടിൽ ദ ലോ ഈസ് ടേക്കൺ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ പ്രൈസ് ആക്ഷൻ വന്ന് കറക്റ്റായിട്ട് പ്രൈസ് ബെയറിഷ് സിഗ്നൽ കാണിച്ച് മാർക്കറ്റ് താഴോട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ പ്രഡിക്ഷൻ പെർഫെക്റ്റ് ആണ് അല്ലേ. അതാണ് നമ്മുടെ ഈ പ്രൈസ് ആക്ഷനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓൺ എ മൈക്രോ ലെവൽ നമുക്ക് പ്രഡിക്ഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. 1-2 ദിവസങ്ങളിൽ എൻട്രി കിട്ടിയില്ലെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് കൃത്യം കിട്ടും. ഇന്നിപ്പോൾ ഞാനൊരു പ്രിസിഷൻ എൻട്രിയിലേക്കാണ് നോക്കിയത്, പക്ഷേ കിട്ടിയില്ല. മേ ബി ഒന്നും കൂടെ വരുമായിരിക്കും, നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത് അതിഗംഭീരമായിട്ടുള്ള ഫോളാണ്. നമ്മൾ പറഞ്ഞത് തന്നെ എക്സാക്ട്ലി ആ ഒരു പ്രിസിഷനിൽ കാര്യങ്ങൾ നടന്നു, പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയില്ല. ഡോണ്ട് വറി, ഒരു പ്രാവശ്യം എൻട്രി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇതുണ്ട് 12-17 വെനസ്ഡേ ജനുവരി 8 ലിക്വിഡിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ നമ്മൾ ആ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ ഷോർട്ട് അടിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ഷോർട്ട് ചെയ്തില്ല. ബിക്കോസ് നമുക്ക് ഈ കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിങ് നമുക്കറിയാം. ഈക്വൽ ഹൈസ് ആർ ഫോംഡ്, ഇറ്റ് വിൽ ബി ടേക്കൺ അവേ, ലിക്വിഡിറ്റി ഈസ് ദെയർ, ഇറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ, ഡിസ്കൗണ്ടഡ് 1 ടൈം, ഇങ്ങനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ അതും എടുത്തു, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് പോകുന്നു. സോ സെൽ അണ്ടിൽ ദ ലോ ഈസ് ടേക്കൺ, ദിസ് ഈസ് ദ വൺ. മനസ്സിലായോ? ഇത് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സോ മേ ബി പ്രൈസ് 1-2 ക്യാൻഡിൽ മുകളിലോട്ട് വന്നിട്ട് വീണ്ടും ഇതിൻ്റെ പ്രൈസിൻ്റെ ജേണി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഇത് ബെയറിഷ് സ്ട്രക്ചറാണ്. നമുക്ക് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ബെയറിഷ് ഓർഡർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എൻട്രി കയറുക എന്നുള്ളതാണ്. ഇത് പോസിബിൾ ആകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ലെസൺസിനകത്തും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലിക്വിഡിറ്റി വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും 2 പ്രാവശ്യം കേൾക്കുക, 3 പ്രാവശ്യം കേൾക്കുക, 4 പ്രാവശ്യം കേൾക്കുക, അതിനുശേഷം ചാർട്ടിൽ വന്നിട്ട് നോക്കുക അങ്ങനെയാണോ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ചാർട്ടുണ്ടല്ലോ, അപ്പം മാർക്കറ്റ് താഴോട്ട് പോകുന്ന മാർക്കറ്റും മുകളിലോട്ട് പോകുന്ന മാർക്കറ്റും എങ്ങനെയാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഓർഡർ ഫ്ലോ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നു അല്ലേ. അതിനുശേഷം എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രീസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ 2-3 പ്ലാൻ ചെയ്ത് അത് ഞാൻ കാണിച്ചു തന്നു. ആദ്യമേ തന്നെ നമ്മളിവിടെ സ്കാൽപ്പിംഗ് കയറി, നമ്മൾ റിവേഴ്സ് ഓർഡർ ഫ്ലോയിലാണ് കയറിയത്. മാർക്കറ്റ് സെല്ലിംഗ് സൈഡാണെന്ന് തന്നെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. റിവേഴ്സിൽ കയറി ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൽപ്പിംഗ് കിട്ടി. പക്ഷേ നമ്മൾ ടാർഗറ്റ് ഇവിടെ ബിഗർ ടാർഗറ്റ് വെച്ചു. ബിക്കോസ് ഇവിടുത്തെ ഓർഡർ മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് മുകളിലേക്ക് കയറുമെന്ന് നമുക്കറിയായിരുന്നു. അങ്ങനെ മാർക്കറ്റിൻ്റെ ആ ഒരു കറണ്ടിനനുസരിച്ച് മാർക്കറ്റ് ഹാസ് ഗോട്ട് കറണ്ട്, ആ കറണ്ടിനനുസരിച്ച് നമ്മളുടെ ഓർഡർ പ്ലേസ്മെൻറ്റ് നമ്മൾ അതിനൊപ്പം മോഡിഫൈ ചെയ്തുകൊണ്ടിരുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നത്. അതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്രണ്ട്സ്, മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? സി സെൽ അണ്ടിൽ ദ ലോ ഈസ് ബ്രോക്കൺ, ഡൺ, ലോ ഈസ് ടേക്കൺ. ഇതാണ് ഇതിനകത്തെ കാര്യം. പക്ഷേ ഇനിയും മാർക്കറ്റ് പ്രൈസ് താഴോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹെവി സെല്ലിംഗ് പ്രഷറാണ്. ഈ ഒരു ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു ഇവിടെ കിടന്നുണ്ട് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചർ കാണുമ്പോൾ ഇത് മനസ്സിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു പിക്ചറായിട്ട് ഇതിനെ മനസ്സിൽ കാണുക. പ്രൈസ് ഇസ് പുള്ളിങ് ഡൗൺ, പുള്ളിങ് ബാക്ക്, അഗെയിൻ കൺസോൾട്ടേഷൻ പ്ലസ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ റേഞ്ച് അല്ലേ, മൾട്ടിപ്പിൾ ടൈംസ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നു, പ്രൈസ് നേരെ താഴേക്ക്. ഈ ഒരു സ്ട്രക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? എത്ര ഫാസ്റ്റായിട്ടാണെന്ന് നോക്കിയാൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്, ചലനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്, അതിഭയങ്കരമാണ് കണ്ടോ. അപ്പം മാർക്കറ്റ് ഇനിയും പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടി കയറി വന്നു വെച്ചാൽ വീണ്ടും പ്രൈസ് താഴോട്ട് വരും. ഇതാണ് സെൽ സൈഡിലേക്കുള്ള മാർക്കറ്റിൻ്റെ പ്രയാണം എന്ന് പറയുന്നത്. പെട്ടെന്നായിരിക്കും. സി ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് കയറി വരുന്നുണ്ട്. ഭയങ്കര പല പ്രാവശ്യം സെല്ലിങ് അതിന് ശേഷം മിറ്റിഗേറ്റ് ചെയ്ത് ഒരു തരത്തിൽ വിടംബരം കയറി വന്നതിന് ശേഷം അതിൻ്റെ 4 സമയം എടുത്തില്ല താഴെ വരാൻ വേണ്ടിയിട്ട്. അതാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ വിൽ ബി സെല്ലിംഗ് ഇൻ ടു ദ ബൈ സൈഡ് ലിക്വിഡിറ്റി. സോ ഒരിക്കലും നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പല പ്രാവശ്യം നമ്മൾ നോക്കണം. നമ്മൾ
അവർ സെല് ചെയ്യുന്ന ഹെഡ്ജ് ഫണ്ട് മാനേജർ സെല് ചെയ്യുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്കാണോ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ വലിയ ടാർഗറ്റ് കണ്ടുപിടിക്കുന്നതിന്. സോ സ്കാൽപ്പിംഗ് ബേസ്ഡ് എൻട്രി പ്ലസ് ഓരോ മാക്രോ ലെവൽ ബിഗ് ടാർഗറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വ്യൂ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം വ്യൂ ഫ്രെയിം ചെയ്യുന്നതിനകത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. സ്ട്രക്ചറിൻ്റെ ലിക്വിഡിറ്റിക്കകത്ത് പറഞ്ഞ 20 വീഡിയോസും മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 22 വീഡിയോയും ഒരു 3 വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ അത്രയും വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പം ഇത് ഈ ചാർട്ട് എങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് നെഗറ്റീവ്. ആ നെഗറ്റീവ് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് വളരെ ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ചാനൽ എടുത്തിട്ട് നമ്മൾ പല പ്രാവശ്യം കേൾക്കുക. അപ്പം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമുക്ക് ഐഡിയ വന്നുകൊണ്ടിരിക്കും. പിന്നീട് നമ്മളിത് മറന്നു പോകത്തില്ല. ചാർട്ട് കാണുമ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ്. കുറച്ച് നാൾ ലെക്ചറെല്ലാം കേൾക്കുക, കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ലെക്ചർ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് നമ്മൾ മാർക്കറ്റിനൊപ്പം പതുക്കെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇത് ലെങ്തി ആക്കുന്നില്ല. വേറെ പുതിയ സെറ്റപ്പുകൾ വീണ്ടും ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻസുകൾ എഴുതുക. കമൻസാണ് എൻ്റെ ഊർജ്ജം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.